അറിവും ആഴവുമുള്ള മനുഷ്യരാണ്. മുഖ്യ സന്ദേശത്തല്ലാത്തപ്പം അത്ര വലിപ്പമുണ്ടോ ഡൗട്ടുണ്ട്. അത് ഒരു ചെറുപ്പക്കാരന് എന്താണ് പറയാനുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം നിങ്ങൾ വിചാരിച്ചപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്റെ കല്യാണം. ഈ ഒരാഴ്ചയിൽ തറവാട് വീടുകളിലും ബന്ധുക്കൾ വീട്ടിലൊക്കെ പോകാനിരുന്ന ദിവസമാണ്. അപ്പോഴാണ് അനീഷ് മട്ടീസ് വിളിക്കുന്നത്, ഞങ്ങളുടെ വീടിന്റെ പരിപാടിയിൽ എനിക്ക് വരാൻ പറ്റും. ഞാൻ പറഞ്ഞു തിരക്കുള്ള സമയമാണ്, എന്നിട്ടും ഞാൻ വരാൻ തീരുമാനിച്ചതെന്ന് കാണുന്നുണ്ട്. ഞാനും അന്വേഷിച്ചിട്ടുണ്ട്. ജോയാലിദാസിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് ചില ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഇന്ററാക്ഷൻസിൽ നമുക്ക് തോന്നുന്നൊരു സന്തോഷവും സൗഹൃദവുമാണ്. ഡീറ്റെയിൽസ് ഒക്കെ തോന്നി വിളിച്ചത് പറഞ്ഞു എന്റെ അടുത്തേതായ പ്രോസസ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രോസസ് ഡീറ്റെയിൽസ് എന്റെ വീട്ടിൽ കയറിയിട്ടേ പോകാമോ. അത് കഴിഞ്ഞ് ഞാൻ രാത്രി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അകത്ത് കൊണ്ടുപോയി അത് ട്രസ്റ്റ് ആയിരിക്കുന്ന മാർട്ടിൻ ചേർത്താമോ എനിക്ക് ചായ കഴിക്കാൻ വേണമെന്ന് വിളിച്ചു. അതിനിടയ്ക്ക് ആരൊക്കെ വരുന്നത് അവരൊക്കെ ചോദിക്കുന്നത് ചായ വെച്ച് പോകുന്നത്. ഇവിടെ വണ്ടി എപ്പോഴും കല്യാണം കൊണ്ടുപോകുന്നത് ജോലി മത്സവമാണ്. അവരെ ചെറിയ സംരംഭം കൂടിയുണ്ട്. എന്നിട്ട് പറയാൻ കാരണം എളവൂർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് സ്നേഹമാണ്. 125 വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 125 വർഷം ഞങ്ങൾ ആഘോഷിച്ചുള്ള പ്രൗഢിയല്ല, ഈ ഇടവകയും ഇവിടുത്തെ മനുഷ്യരും ചുറ്റുമുള്ളവർക്ക് ആരാണെന്നുള്ളതാണ്. ഞാനൊരിക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആദാമിന്റെ ചായക്കടയിൽ പോയി കാണും. ഇപ്പൊ ഫുട്ബോൾ കളിച്ച് എന്റെ വിരലൊന്ന് പൊട്ടിയിട്ട് ചെറുതായിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ നടക്കുമ്പോൾ തൊങ്ങി അതോട് കയറുന്നേ. പോയി കൈ കഴുകി തിരിച്ചു വന്നു. നല്ല ഭക്ഷണം, നല്ല AC, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യർ. ഭക്ഷണം കഴിഞ്ഞ് ഒരു സുലൈമാനിക്ക് പിടിച്ചിങ്ങനെ വെറുതെ ഇരിക്കുന്നു. എന്നാൽ എനിക്ക് കൈ കഴുകാൻ പോകാമെന്നിരുന്ന എന്റെ കൂട്ടുകാർക്ക് കൈ കഴുകാൻ പോകുന്നു. ഞാൻ എഴുന്നേക്കാൻ പോകുന്ന നേരത്ത് ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു വലിയ ബൗളിൽ ചൂടുവെള്ളം, ഒരു വെളുത്ത തുണി എനിക്ക് തന്നിട്ട് പറഞ്ഞു, സാറേ സാറിന്റെ കാല് വയ്യല്ലോ, അവിടം വരെ പോയി നടക്കണ്ട, സാർ ഇങ്ങനെ കഴിക്കോ. വലിയ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച പെൺകുട്ടിയൊന്നും അല്ലത്. ഒരു സാധാരണ പെൺകുട്ടി ഒരു ബൗളിൽ ചൂടുവെള്ളവും വലിയ തുണിയുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നു. സാറിന്റെ കാല് വയ്യല്ലോ, സാർ അവിടം വരെ പോയി കഷ്ടപ്പെടണ്ട, സാർ ഇങ്ങനെ കഴിക്കോ. ആദാമിന്റെ ചായക്കട എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറന്റിന് ഞാൻ ഇന്നും ഓർക്കുന്നത് അവിടുന്ന് കഴിച്ച അൽഫാമിന്റെ പേരിലല്ല, ഞാൻ അവിടെ നിന്ന് കുടിച്ച കട്ടൻ ചായയുടെ പേരിലല്ല. എന്റെ ഒരു സങ്കടം മനസ്സിലാക്കി അത് പരിഗണിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന പെൺകുട്ടിയുടെ സ്നേഹത്തെ പ്രതിയാണ് ആദാമിന്റെ ചായക്കട ഇന്ന് എന്റെ പ്രസംഗത്തിന്റെ ഭാഗമായത്. ഞാൻ ഒരിക്കൽ ഫ്രാൻസിലെ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ, പ്രശസ്തിയുള്ള പള്ളിയിൽ പോകാനിടയായി. എന്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ഒപ്പമാണ് പോയത്. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും, അമ്മേ എന്റെ അമ്മേ. ആ പാട്ടിന്റെ അച്ഛനാണ് വിനോദ് മുളൊരിക്കൽ. ഈ ലൂർദിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാലാളോട് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ ലൂർദ് പള്ളിയിൽ പോയിരുന്നു, നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ പറയാം. ലൂർദിൽ പോയിരുന്നു. ലൂർദ് പള്ളിയിൽ പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെടാൻ സ്ഥലത്ത് പോയല്ലോ എന്നുള്ളതല്ല. ലൂർദ് പള്ളിയിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ ഒരു അത്ഭുത ജലമുണ്ടെന്നാ പറയാം, ഒരു അരുവിയുണ്ട്. അതിന് നമ്മളിങ്ങനെ മുക്കുന്നതിനും അവിടെ നിൽക്കുന്ന മുഴുവൻ അപരിചിതരാണ്. അവര് നമ്മളോട് ചോദിക്കും, മോനെ നിനക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ, എന്തെങ്കിലും നടന്നു കിട്ടണമെന്ന് സ്വപ്നം കാണുന്നുണ്ടോ? ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ കൈ പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. തികച്ച അപരിചിതനായ ഒരാൾ ഫ്രാൻസിലെ ലൂർദ് പള്ളിയിലെ ആ സ്ഥലത്ത് തന്നെ എന്നെ കൈ പിടിച്ചിട്ട് അയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ മെല്ലെ മുക്കുകയാണ്, ടെൻഷൻ അടിക്കണം, നല്ല തണുപ്പുണ്ടാവും, ഡോണ്ട് വറി. അയാളൊരു കുഞ്ഞിനെ പോലെ എന്നെ ആ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ എടുത്തു. എന്നിട്ട് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു, നിന്റെ ആഗ്രഹം സഫലമാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അതാ മനുഷ്യൻ മാത്രം, അയാളുടെ ഒരു ക്വാളിറ്റിയാണ്. എനിക്ക് പിന്നാലെ വന്ന എന്റെ കൂട്ടുകാരോടും
അവര് പല സ്ഥലങ്ങളും ഇങ്ങനെ നീണ്ടു നിൽക്കുക. അങ്ങേറ്റം കരുണയോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന ആ ലൂർദിലെ മനുഷ്യരാണ് ഞാൻ കണ്ട അത്ഭുതം. മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു പാറക്കല്ലിൽ നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് സന്തോഷമുണ്ട്. അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ സ്ഥലത്തെ മനുഷ്യരാണ്. 125-ാം വാർഷികം നിങ്ങൾ ആഘോഷിക്കുമ്പോ ഞങ്ങൾ എളവൂർ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നുള്ളവരാണെന്ന് പറയുമ്പോൾ മനുഷ്യർ നിങ്ങൾ എങ്ങനെയായിരിക്കും ഓർത്തെടുക്കണ്ടാവാ? ഒരിക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഭിക്ഷക്കാരി അമ്മയെ ഇതിക്കൂടെ നടന്നു പോകുന്നതാണ്. പണ്ട് ഹസ്ബൻഡും അവരോട് ഒരുമിച്ചായിരുന്നു. ഒരു മെല്ലെ അവരുടെ വേഗതയൊക്കെ കുറഞ്ഞു. ഒരു 12 കൊല്ലം മുമ്പ് ഭിക്ഷയാച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ കാലങ്ങളായിട്ട് അവരറിയാം എന്റെ ചേട്ടൻ ദുബായിൽ നിന്ന് വന്നേക്കാം. ഒരു സന്തോഷത്തിന്റെ പുറത്ത് പുള്ളി ഒരു 200 രൂപ എടുത്ത് കൊടുത്തു ആ അമ്മയ്ക്ക്. ഒരു സന്തോഷം, കുട്ടിക്കാലം തുടങ്ങി വന്നാണല്ലോ. അപ്പൊ അവര് എപ്പോഴും ഇത് വാങ്ങിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെയാണ് അനുഗ്രഹം. എന്റെ കല്യാണത്തിന്റെ സമയത്ത് അവര് നടന്നു പോകുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ പാടുന്ന പറഞ്ഞപ്പോ അവരാ ചാക്ക് നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചെന്റെ അടുത്ത്. ഇത് 12 കൊല്ലം മുമ്പ് അവർക്ക് 200 രൂപ കൊടുത്തു. അന്ന് രാത്രി ഒരു 7 മണിയായപ്പോ ഈ സ്ത്രീ വന്നേക്കാണ് 1/2 കിലോ കടലയുമായിട്ട്. അപ്പൊ അമ്മ ചോദിച്ചു, ഇതെന്തിട്ടേ കാണിക്കണേ? ഇല്ല മോൻ ഇന്ന് 200 രൂപ തന്നതല്ല, ഞാൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? 100 വീട്ടുകളിൽ കയറി കൈ നീട്ടി എരന്നാൽ മാത്രം 200 രൂപ തികച്ചു കിട്ടുന്ന ഒരു സ്ത്രീക്ക് അത്ഭുതകരമായ ഒരു 200 രൂപ കിട്ടിയപ്പോ അത് നൽകിയ ആ ചെറുപ്പക്കാരൻ മകൻ ഞാൻ എന്തിനും തിരിച്ചു കൊടുക്കണ്ടെന്ന് ചിന്തിച്ച ആ സ്ത്രീയുടെ വലിപ്പം. ഷീ ഈസ് ദ റിച്ചസ്റ്റ് വുമൺ. ഏറ്റവും ധനാഢ്യായിട്ടുള്ള ആളാ ആ അമ്മയാണ്. എന്റെ മനസ്സിൽ എത്രയോ ഭിക്ഷക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും എന്റെ മനസ്സിൽ ആ സ്ത്രീ നിൽക്കുന്ന ആ വ്യക്തിയാണ് എന്റെ മനസ്സിൽ നിൽക്കുന്നത്. ഇവിടെ രജത ജൂബിലി ആഘോഷിച്ചാൽ ഇനി 150-ലെത്തിയാലും 200-ലെത്തിയാലും ഈ ഇടവയിലേക്ക് വരുമ്പോ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ മനുഷ്യൻ എന്തോർമ്മയായിരിക്കും കൊണ്ടുപോണ്ടാവാ. മാ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് ഞങ്ങളുടെ ഇടവകയിൽ വന്ന സമയത്ത് +2 കഴിഞ്ഞ പിള്ളേരുടെ കോൺവെക്കേഷൻ, അത് കഴിഞ്ഞവരെ യാത്രയാക്കുന്ന സമയമാണ്. പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞു, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ അൾത്താരയിൽ വെച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം അപേക്ഷിക്കുകയാണ്. മേലിൽ നിങ്ങൾ ഇനി പള്ളിയിലേക്ക് വരരുത്. ഞങ്ങൾ ആദ്യം വെച്ചത് തമാശയ്ക്ക് പറയുന്നതായിരിക്കും. അദ്ദേഹം കൂടി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, +2 10ാം ക്ലാസ് +2 വരെ നിങ്ങൾ കാറ്റീസം പള്ളിയിൽ വന്നെല്ലാം പഠിച്ചു. ഇനി നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടതില്ല. കാറ്റീസ് ഹെഡ് മാസ്റ്ററായ എന്റെ അപ്പനും അധ്യാപകരും വികാരിയച്ചനും ഇതിപ്പോ എന്താണോ ഇങ്ങനെ പറയണേ? പിതാവൊരു ഏതാണ്ട് ഒരു 1 മിനിറ്റ് നിശബ്ദന. ഇങ്ങനെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സമയമുണ്ട്. നിങ്ങൾ ആലോചിക്കുക, 1 മിനിറ്റ് വലിയ സമയം തന്നെയാണ്. 1 മിനിറ്റ് കഴിയുമ്പോ പിതാവ് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, പ്രിയപ്പെട്ട മക്കളെ, ഈ 12 വർഷത്തെ കാറ്റഗീസവും ഈ പള്ളിയും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ ബിഷപ്പല്ല മാർപ്പാപ്പ ഇങ്ങോട്ടേക്ക് ഇനി വരണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വരും. ഈ പള്ളിയും 12 വർഷത്തെ കാറ്റഗീസവും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ ബിഷപ്പല്ല മാർപ്പാപ്പൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരും. കാരണം ഇതങ്ങനെ ഒരിടമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വികാരിയച്ച, സിസ്റ്റേഴ്സ്, മതാധ്യാപകര്, ഇവിടെ കുറെ പിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ അവർക്ക് ഒച്ചയായിട്ടായിരിക്കും കേൾക്കണ്ടാവില്ലേ? ഹായ്, നല്ല ശബ്ദം. കുറെ പേര് മാറുന്നുണ്ട്. ഇത് എപ്പോ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോവാൻ? എത്ര ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പിള്ളേരാണ്. ഇവർക്ക് ഈ പള്ളിയോടും കാറ്റീസത്തോടും സ്നേഹം ഉണ്ടാവുമോ? ഈ പള്ളിയിലേക്ക് ഓടിക്കേറാൻ തോന്നുമോ? ഇവിടെ തൊട്ടൊരു അസീസി ശാന്തി കേന്ദ്രം നിങ്ങൾക്കറിയോ? കരുവറ്റിയിലുള്ള അസീസി ശാന്തി കേന്ദ്രം, കോൾബ്യാസനം, എന്റെ തൊട്ടടുത്താണ് ഈ പള്ളി. ഞാൻ ഒരു എഴുത്തുകാരൻ 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ബുക്ക് എഡിറ്റ് ചെയ്യാൻ ഞാൻ പോകുന്നത് പള്ളിയുടെ ഉള്ളിലാണ്. രാവിലെ ഈ പുണ്യാളന്മാർ മൊത്തം ഇരിക്കുകയാണ്. ഒരു 11-12 പുണ്യാളന്മാർക്ക് വെറുതെ ഇരിക്കുന്ന സമയമാണ്, ഒരാളും നോക്കാനില്ലാണ്ട്. അപ്പൊ ഞാൻ പള്ളിയിൽ പോകും. പക്ഷേ ലാപ്ടോപ്പ് തുറന്ന് ഞാൻ പറയും, കർത്താവേ, ഒരുപാട് മനുഷ്യർ വായിക്കാൻ പോണൊരു എഴുത്താണ്,
നിങ്ങൾ പുണ്യാളന്മാരുടെ ഇടയിലിരുന്ന് ഞാനിത് എഴുതുകയാണ്, എന്നെ സഹായിക്കണം. ഇങ്ങനെ എഴുതി ഒരു ദിവസം കുമ്പസാരക്കൂട്ടിൽ തല ചാച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യണേ. കുമ്പസാരക്കൂട്ടിലല്ല ഇരുന്നത്, മുട്ടുകുത്താനുള്ള പടി വീര് ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്നൊരു അച്ഛൻ കയറി വന്നു. ഞാൻ ഞെട്ടി. അവൻ അച്ഛ ക്ഷമിക്കണം, ഞാൻ പള്ളി കിടന്ന് ഉറങ്ങാൻ വേണ്ടി വന്നതല്ല, ഒരു സാധനം ഞാൻ ചെയ്യായിരുന്നു. അല്ലല്ല, താൻ ഉറങ്ങിക്കോ, ഞാൻ ഫാനിട്ട് തരാം. അവിടുത്തെ അച്ഛൻ പറഞ്ഞ, കാരണം കുമ്പസാരക്കൂട്ടിന്റെ തൊട്ട് മുകളിൽ ഒരു ഫാനുണ്ട്, ഫാനിട്ട് തന്നാൽ തനിക്ക് ശാന്തമായിട്ട് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ എഴുതണേ ഫാനിട്ട് തരണം, കാരണം സ്വിച്ചാ കത്ത. അസീസി ശാന്തി കേന്ദ്ര എന്ന് പറയുന്ന ആശ്രമം എനിക്കും ഞങ്ങളുടെ അയൽവക്കത്തുള്ള പലർക്കും ഓടിക്കയറാൻ പറ്റുന്ന ഇടമായത് അവിടുത്തെ അച്ഛന്മാരാ. ഒരിക്കലും ജോസഫ്, ഞാൻ പള്ളി ഇവിടെ ഇടയ്ക്കെന്തോ കള്ളന്മാര് കയറുന്ന ശല്യം. ഞാൻ പറഞ്ഞ അച്ഛൻ സ്ഥിരം കയറുന്നത് ഞാനാണ്. പച്ച പറഞ്ഞു, താക്കോലിതാണ്, നീ പ്രാർത്ഥിച്ചിട്ട് നീ പൂട്ടി പുറകേന്ന് ഇറങ്ങിയാൽ മതി. ഒരു പള്ളിയുടെ താക്കോലിനെ ഏൽപ്പിച്ചിട്ട് നീ പ്രാർത്ഥിച്ചോളാം മോനെ എന്ന് പറയുന്ന നമ്മൾ ഓടിക്കയറിയത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇന്ന് ഒരിക്കൽ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരച്ഛൻ പ്രസംഗിക്കുന്നിടത്തൊരു ചെറിയ കുഞ്ഞ് എഴഞ്ഞ് സ്റ്റെപ്പുകൾ കയറി വരുന്നു. വികാരിച്ചൻ ചോദിക്കാണ്, ഈ കൊച്ചിന്റെ തന്തയും തള്ള ഇവിടെ ഇല്ലേ? ഇതിന്റെ തള്ള ആരാ? എടുത്തോണ്ട് പോയത്. ഏറ്റവും പുറകിൽ നിന്ന് മുഖം മറച്ച് നാണം കെട്ടൊരു സ്ത്രീ വന്നിട്ട് ആ കൊച്ചിനെ പിടിച്ച് എല്ലാവരും മുമ്പിലൂടെ തല കുമ്പിട്ട് നടന്നു പോകുന്നു. അതേ ഇടവകപ്പള്ളിയിൽ അതേ ആൾത്താരയിൽ ഏതാണ്ട് ഒരു 10 കൊല്ലത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ വരുന്നു. അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഇതുപോലൊരു കുഞ്ഞ് കയറി സ്റ്റെപ്പിലോട്ട് കയറുമ്പോ അതേ മറ്റൊരച്ഛൻ പറയുന്നു, കൊച്ചിന്റെ അമ്മയുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണേ, സ്റ്റെപ്പ് കയറിയാൽ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്, അൾത്താരയിലേക്ക് കയറി കിട്ടിയാൽ ഞാൻ നോക്കിക്കോളാം. അൾത്താരയിലേക്ക് കയറി കിട്ടിയ രണ്ടും ഒരേ അൾത്താരയിൽ സംഭവിച്ചതാണ്. രണ്ടാമത്തെ പുരോഹിതൻ കുർബാന ചെല്ലുന്ന കുർബാനയ്ക്ക് ഇടിയായിരിക്കും കയറാൻ. രണ്ടാമത്തെ കുർബാന ചെല്ലുന്ന അച്ഛനെ കാണാൻ തിരക്കായിരിക്കും. ഈ പള്ളിയല്ല 125 വർഷം ആഘോഷിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ക്വാളിറ്റിയാണ് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരാണ്, മതാധ്യാപകരാണ്. 15 മിനിറ്റ് സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേ കൊണ്ട് പറഞ്ഞ അധിക പ്രസംഗമായി പോകും. ഏതൊരിടവകയും സുന്ദരമാക്കുന്ന ഇടവകയുടെ പാരമ്പര്യമല്ല, അവിടുത്തെ മനുഷ്യരാണ്, വികാരിയച്ഛനാണ്, ട്രസ്റ്റീസാണ്, മതാധ്യാപകരാണ്, ഈ ചെറിയ പിള്ളേരാണ്. ശരിക്കും പറഞ്ഞാൽ 125 വർഷം എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഓഫ് ദി പാസ്റ്റ് ആണ്, അല്ലേ? കഴിഞ്ഞുപോയ 125 വർഷം ആവശ്യിക്കുന്നത്. വാട്ട് ഫോർ ദ ഫ്യൂച്ചർ? ഈ 125 നിന്ന് 150 എത്തുമ്പോൾ ഈ ഇടവകയും ഈ ഇളവൂരുടെ ഈ മനുഷ്യരെയും കുറിച്ച് ആളുകൾ എന്തായിരിക്കും ഓർത്തെടുക്കണ്ടാവുക? ഞാനിപ്പോൾ അനീഷിനെ ഓർത്തു, അലക്സിനെ ഓർത്തു, ജോനെ ഓർത്തു, മാർട്ടിൻ ചാട്ടനെ ഓർത്തു, സോനയെ ഓർത്തു. ഇനി ഞാനിപ്പോൾ നടക്കുമ്പോൾ എന്നെ കണ്ടുമുട്ടുന്ന മനുഷ്യർ എനിക്ക് എന്ത് നൽകുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്റെ ഓർമ്മ എളവൂരെന്ന് പറയാമോ, നല്ല സ്ഥലം, നല്ല മനുഷ്യർ, ഇത് കൊണ്ടിട്ടായിരിക്കണം ഞാൻ പോകേണ്ടത്. അതുകൊണ്ട് ഇനി 125ാം ശതോത്തര രജത ജൂബിലി എന്ന് പറയുന്നത് 150ലേക്ക് തുടങ്ങാനുള്ള തറക്കല്ലിടുന്ന ദിവസമാണ്. ഇവിടെ 150 എത്തുമ്പോൾ നല്ല മനുഷ്യർ മാത്രം പാർക്കുന്ന മനോഹരമായ ചെറിയ ഒരിടവക, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ ഇടവകയുടെ പ്രവർത്തനം മാറട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് ആശംസിക്കുന്നു. എന്നെ വിളിച്ചതിനും എന്നെ കേട്ടതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.